സയൻസ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ് ചൊല്ല്. നിങ്ങൾ ആശയങ്ങൾ സ്വയം കണ്ടെത്തി മനസ്സിലാക്കി പോയാൽ ചോദ്യങ്ങൾ എത്ര തന്നെ വളച്ചുകെട്ടി വന്നാലും നിങ്ങൾക്ക് A+ ഉറപ്പാകും. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സയൻസ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ് ചൊല്ല്. പ്രത്യേകിച്ചും ഫിസിക്സും കെമിസ്ട്രിയും പരീക്ഷണങ്ങളെല്ലാം ക്ലാസ്സിൽ കാണിച്ചു തരാൻ കാത്തു നിൽക്കാതെ നിങ്ങൾ പാഠപുസ്തകങ്ങൾ വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷണങ്ങൾ നിങ്ങളായിട്ട് കുറഞ്ഞ ചെലവിൽ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച്, അതായത് ഇംപ്രവൈസ് ചെയ്ത് പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ട് ക്ലാസ്സിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കൂ. നിങ്ങളന്ന് മറ്റൊരു ലോകത്തിലായിരിക്കും. ഫിസിക്സ് ക്ലാസ്സിൽ ഫിസിക്സിൻ്റെ സ്വർഗം നിങ്ങൾ നേരിട്ട് കാണും. അതാണ് ഫിസിക്സ്. പഠന പ്രവർത്തനങ്ങൾ സ്വയം ചെയ്ത് പഠിക്കണം. അധ്യാപകർ പറഞ്ഞു തരുന്നത് കേട്ട് മനസ്സിലാക്കി കാണാതെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതുന്ന രീതിയല്ല ഫിസിക്സ് പഠനത്തിന് ഉത്തമം. കൺസ്ട്രക്റ്റിവിസം മെത്തേഡ്. നിങ്ങൾ ആശയങ്ങൾ സ്വയം കണ്ടെത്തി മനസ്സിലാക്കി പോയാൽ ചോദ്യങ്ങൾ എത്ര തന്നെ വളച്ചുകെട്ടി വന്നാലും നിങ്ങൾക്ക് A+ ഉറപ്പാകും. മാത്രവുമല്ല, ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രയോഗിക്കാനും കഴിയും. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല പഠനം, ജീവിതം സൗകര്യമാക്കാനും കൂടെ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് അത്തരത്തിലൊരു പരീക്ഷണത്തിലോട്ടാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത്. പ്രൈമറി ക്ലാസ്സുകളിൽ നിങ്ങൾ ഊർജ്ജ സംരക്ഷണ നിയമം പഠിക്കുന്നുണ്ട്. ഉയർന്ന ക്ലാസ്സുകളിൽ മൊമെൻറ്റത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഈ ഊർജ്ജ സംരക്ഷണ നിയമത്തെക്കുറിച്ചും എന്താണ് മൊമെൻറ്റം എന്നും മൊമെൻറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളേവ എന്നുമൊക്കെ പഠിക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് നിർമ്മിച്ചാലോ? ഇതിന് വേണ്ടത് 5 ഐസ്ക്രീം ബാളുകൾ. നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ കഴിച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചിട്ട് കളയുന്ന ഐസ്ക്രീം ബാൾ. അതിന് എവിടെ ഐസ്ക്രീം ബാൾ കണ്ടാലും കളയരുത്, പറക്കിയെടുത്തേക്കുക. നിങ്ങൾക്ക് ഫിസിക്സിൽ അത് പല സ്ഥലങ്ങളിലും വിവിധ രീതികളിൽ ഉപയോഗിക്കാൻ കഴിയും. 5 ഐസ്ക്രീം ബോൾ. അകത്ത് ഐസ്ക്രീമൊന്നും വേണ്ട, ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായ വാളാണ്. പിന്നെ വേണ്ടത് ഒരു മെഴുകുതിരി, ഒരാണി അല്ലെങ്കിൽ ഒരു സ്ക്രൂ, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ പപ്പടം കുത്തിയായാലും മതി, ഒരു തീപ്പെട്ടി, ഉപയോഗിച്ച് കളയാൻ വച്ചിരിക്കുന്ന 2 ബോൾ പേന അല്ലെങ്കിൽ പെൻസിലായാലും മതി. പെൻസിലാകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം. അതുകൊണ്ട് കഴിയുന്നതും പെൻസിലിന് പകരം ഉപയോഗശൂന്യമായ ബോൾ പേന ഉപയോഗിക്കാം. അല്ല 2 കമ്പ് കഷ്ണമായാലും മതി. പിന്നെ ഇത് നിങ്ങൾക്ക് നേരെ നന്നായിട്ട് കാണാമോ എന്ന് എനിക്കറിയില്ല. ചൂണ്ടനൂൽ അഥവാ കങ്കൂസ് നൂൽ. ചൂണ്ടനൂലെന്നും കങ്കൂസ് നൂലെന്നൊക്കെ അറിയപ്പെടുന്ന ഇത് വളരെ വണ്ണം കുറവും ട്രാൻസ്പെറൻറ്റുമായതുകൊണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾ കാണുകയുള്ളൂ കുഞ്ഞുങ്ങളെ. സൂക്ഷിച്ച് നോക്കിയോളൂ. ഞാൻ ഈ കൈ കൊണ്ട് പിടിച്ചിരിക്കുന്ന ഇതാണ് ചൂണ്ടനൂൽ അഥവാ കങ്കൂസ് നൂൽ. ആദ്യമായിട്ട് ചെയ്യുന്നത്, ഈ കങ്കൂസ് നൂലിൻ്റെ ഒരറ്റം പേനയിലോ കമ്പ് കഷ്ണത്തിലോ ചുറ്റിക്കെട്ടുക. ഇതാ, കമ്പിലോ ഉപയോഗശൂന്യമായ ബോൾ പേനയിലോ. ഇങ്ങനെ ഉപയോഗശൂന്യമായ ബോൾ പേന ഭൂമിയിൽ വലിച്ചെറിയുന്നതിന് പകരം ഇത്തരം ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിച്ച് ഭൂമിക്ക് ഭാരവും കുറയ്ക്കാം. ഇനി അടുത്തതായി ഞാൻ മെഴുകുതിരികൾ ഒന്ന് കത്തിച്ച് ഉറപ്പിച്ച് വയ്ക്കാൻ പോവുകയാണ്. മെഴുകുതിരി കത്തിക്കുന്നു. എന്നിട്ട് ഒരു തുള്ളി ഇവിടെ ഒഴിച്ച് ഉറപ്പിക്കുന്നു. ഏതെങ്കിലും ഹാർഡായ ഒരു പ്രതലത്തിൽ ഇത് ഇങ്ങനെ മെഴുകുതിരി ഒന്ന് ഉറപ്പിക്കുക. ഇനി ഒന്നാമത്തെ ഐസ്ക്രീം ബാൾ എടുക്കുക. എന്നിട്ട് കയ്യിരിക്കുന്ന ആണി അല്പം നീളമുള്ളതായിരിക്കണം. നീളം കുറവാണെങ്കിൽ കൈ പൊള്ളിപ്പോകും ചിലപ്പോൾ. നല്ല നീളമുള്ള ആണിയോ സ്ക്രൂവോ പാഴായിപ്പോയ പപ്പടം കുത്തിയോ എടുത്ത് ഒരറ്റം തീയിൽ കാണിച്ച് ഇങ്ങനെ നന്നായി ചൂടാക്കുക. ഇത് തീയിൽ കാണിച്ചിരിക്കുന്നു ഞാൻ. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഗ്യാസിലെ അടുപ്പിൽ ചെയ്യുക. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം, മഞ്ഞയും ചുവപ്പും കലർന്ന ഒരു നിറമാണ് ഫ്ലെയിമിന്. അത്തരം ജ്വാലയ്ക്ക് ടെമ്പറേച്ചർ കുറവാണ്. ഗ്യാസ് കത്തുമ്പോൾ ഒരു നീല നിറമാണ്. ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ആ നീല നിറം വരുന്നത്. അപ്പോൾ ആണി വളരെ വേഗം ചൂടാവും. മെഴുകുതിരിയിലാകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ കത്തിച്ച് ചൂടാക്കി നല്ല ചൂടായി വരുമ്പോൾ ഈ ബോളിൻ്റെ ഒരറ്റത്ത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഒരു ഹോൾ വീണ് കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് വരുന്ന രീതിയിൽ ഒരു ഹോൾ കൂടി ഇടുക. 2 ഹോളിട്ട് കഴിഞ്ഞു.
ഇത് എല്ലാ ഐസ്ക്രീം ബോളിലും ആവർത്തിക്കുക. അടപ്പിൻ്റെ നടുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു ബിന്ദുവിൽ. ഈ ആണി ചുട്ടുപഴുത്ത് ചുവന്നു വരുന്നതെന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ടെമ്പറേച്ചർ മതി ഈ പ്ലാസ്റ്റിക് ഉരുകി ഹോൾ വീഴാൻ. ഞാൻ ഐസ്ക്രീം ബോൾ തന്നെ തിരഞ്ഞെടുത്തതിന് പല കാരണങ്ങളുണ്ട്. ഐസ്ക്രീം ബോളാകുമ്പോൾ ഒരു സുഖം എന്ന് പറയുന്നത് എന്താ നോക്കൂ. ഞാൻ ഈ ഒരു ഹോളിൽ കൂടി നൂലകത്തോട്ട് കയറ്റി, എന്നിട്ട് ഈ വശത്തെ അടപ്പ് തുറന്ന് അകത്ത് കയറിയ നൂല് ഈ അടപ്പുഴി വെളിയിലെടുത്തിട്ട് ഈ ഹോളിലെ സുഷിരം വഴി എനിക്ക് പെട്ടെന്ന് കോർത്ത് വെളിയിലെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ അടപ്പ് വെച്ച് തിരിച്ച് ഞാനങ്ങ് അടയ്ക്കുന്നു. നേരെ മറിച്ച് ഇത് ഞാൻ വിലയ്ക്ക് വാങ്ങിച്ച പ്ലാസ്റ്റിക് ബാളായിരുന്നെങ്കിൽ ഒരു ഹോൾ വഴി അകത്തോട്ട് കയറ്റാൻ എളുപ്പമാണ്. നൂല് മറ്റേ ഹോൾ വഴി പുറത്തെടുക്കാൻ നിങ്ങളൊരു ഈർക്കിലെടുത്ത് ഈർക്കിൻ്റെ അറ്റത്തേക്ക് കങ്കൂസ് നൂല് ചേർത്ത് വെച്ച് നൂല് കൊണ്ട് ചുറ്റി അതിനെ ഒരു ഹോളിൽ കൂടെ കയറ്റി മറ്റേ ഹോളിൽ കൂടെ ഇറക്കി കങ്കൂസ് നൂലൊക്കെ പുറത്തെടുക്കേണ്ടുന്ന ആയാസകരമായ ജോലിയായിരിക്കും. ഐസ്ക്രീം ബാളാകുമ്പോൾ ഇങ്ങനെ അടപ്പ് തുറക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ജോലി എളുപ്പം കഴിയും. തിരിച്ച് ഞാൻ അടയ്ക്കുന്നു. ഇതേ ജോലി രണ്ടാമത്തെ ഐസ്ക്രീം ബൗളിലും ചെയ്യുന്നു. ഒരു ഹോളിൽ കൂടി നൂലകത്തോട്ട് കയറ്റുന്നു, അടപ്പിളക്കുന്നു, നൂല് പുറത്തെടുക്കുന്നു. അടുത്ത ഹോൾ വഴി, അതായത് അടപ്പിലെ ഹോൾ വഴി ഇത് പുറത്തെടുത്തിട്ട് അടപ്പ് തിരിച്ചങ്ങ് അടച്ചാൽ മതി. നമുക്ക് നൂല് കോർക്കാൻ എളുപ്പമായി. ഇവിടെ ബാളുകളുടെ എണ്ണം 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 ഓഡ് നമ്പറായി ചെയ്യുന്നതാണ് നല്ലത്. ഇവൻ നമ്പർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടി വരുന്നേ ഉള്ളൂ. സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ ഈ സ്വതന്ത്ര അറ്റം, നമ്മൾ പുറത്തെടുത്തു കൊണ്ടിരുന്ന അറ്റം ഒരു പെൻസിലിലോ പേനയിലോ കമ്പ് കഷ്ണത്തിലോ ചുറ്റി കെട്ടിക്കൊള്ളണം. എന്നിട്ട് ഇത് ഉപയോഗിക്കണമെങ്കിൽ 2 പേരുടെ സഹായം നിങ്ങൾക്ക് വേണ്ടി വരും. എനിക്കിപ്പം സഹായിക്കാൻ കൂടെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരറ്റം തൽക്കാലം ഒരു ജനൽ കമ്പിയിൽ കെട്ടുകയാണ്. ഇങ്ങനെ ചെയ്യുക. ഈ അറ്റം ഒരു മാല പോലെ കോർത്തിണക്കി നമ്മൾ ഇത് കോർത്ത് കഴിയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 കൈ ഇങ്ങനെ അകത്തി പിടിച്ചോളണം. നിങ്ങളിങ്ങനെ ഒരുപാട് അടുത്ത് കൊണ്ടുവന്ന് ഈ നൂല് പെട്ടെന്ന് കുരുങ്ങിപ്പോയാൽ ആ കുരുക്കഴിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കൈ അകത്തി തന്നെ പിടിച്ചോളണം. ഇത്രയും ഇതിൽ കൂടുതൽ അടുപ്പിക്കരുത്. നൂല് കുരുങ്ങിയാൽ ഒരു പക്ഷേ നിങ്ങൾ പുതിയത് തന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെ എളുപ്പം. കുരുക്കഴിക്കുക അത് ഭയങ്കര പ്രയാസമാണ്. ഞാനിത് മേശപ്പുറത്ത് വെച്ചിട്ട് നൂലിൻ്റെ ഒരറ്റം ജനൽ കമ്പിയിൽ കെട്ടാൻ പോവുകയാണ്. ഏറ്റവും ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കൈകൊണ്ട് വലിച്ച് ഹൊറിസോണ്ടലായി തിരശ്ചീനമായി നിർത്തുക. 100% ഹൊറിസോണ്ടലാണെന്ന് ഉറപ്പ് വരുത്തുക. എത്ര ഉയരത്തിൽ പിടിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഹൈറ്റൊക്കെ അനുസരിച്ച്, നിങ്ങളുടെ മെയ് വഴങ്ങുന്നതിനനുസരിച്ച് ഹൈറ്റൊക്കെ തീരുമാനിച്ചോളൂ. ഇനി ഞാനിത് ഒരു ഐസ്ക്രീം ബോൾ ബാക്കിലോട്ട് വലിച്ചു. ഞാനിത് ഒന്നാമത്തെ പാഠഭാഗത്തിലോട്ട് കിടക്കുകയാണ്. ഊർജ്ജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഞാൻ ഒരു ഐസ്ക്രീം ബോൾ ബാക്കിലോട്ട് വലിച്ചിട്ട് ഇടിച്ചപ്പോൾ ദൂരോട്ട് തെറിച്ചു പോയത് എത്ര ബാളാണ്? 1 ബോളാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാനിവിടെ 1 ബോളിലാണ് എനർജി കൊടുത്തത്. ആ എനർജി രണ്ടാമത്തെ ബോളിൽ വന്നിടിച്ചപ്പോൾ 2ാം ബോൾ വഴി 3ാം ബോൾ വഴി 4ാം ബോൾ വഴി 5ാം ബോളിലോട്ട് കൈമാറി 5ാം ബോൾ തെറിച്ചു പോയി. 1 ബോളിന് എനർജി കൊടുത്തുള്ളൂ, അവസാനം 1 ബോളിന് എനർജി കിട്ടി. കൈനറ്റിക് എനർജിയാണ് കൊടുത്തത്. ഇനി ഞാൻ 2 ബോൾ ബാക്കിലോട്ട് വലിച്ചിട്ട് എറിഞ്ഞപ്പോൾ ദൂരോട്ട് തെറിച്ചു പോയത് കൃത്യം 2 ബോൾ. ആദ്യം ഞാൻ 2 ബോളിന് എനർജി കൊടുത്തു, അവസാനം 2 ബോളിന് എനർജി കിട്ടി. ഇനി ഞാൻ 3 ബോൾ ബാക്കിലോട്ട് വലിച്ചു, മിച്ച 2 ബോളേ ഉള്ളൂ. ഞാൻ ഈ 3 ബോളിനെ മുമ്പോട്ട് എറിയാൻ പോവുകയാണ്. എത്ര ബോൾ മുന്നോട്ട് തെറിച്ചു പോകും എന്ന് മനസ്സിലൊന്ന് കുറിക്കൂ. ഞാനൊരു ഗ്യാപ്പ് ഇടുകയാണ്. ഞാൻ 3 ബോൾ മുമ്പോട്ട് എറിയും, മിച്ചം 2 ഉള്ളൂ. എത്ര തെറിക്കും എന്ന് കുറിക്കൂ. കൃത്യം 3 ബോൾ തെറിച്ചു പോയില്ലേ? കാരണം ഞാൻ ആദ്യം 3 ബോളുകൾക്ക് എനർജി കൊടുത്തപ്പോൾ
ഇവിടെ ഉണ്ടായിരുന്ന 2 വന്നതിൽ നിന്നൊന്നും ചേർന്ന് എനർജി സ്വീകരിച്ച് 3 തെറിച്ചു പോയി. ഇപ്പം നിങ്ങൾ സ്വയം പഠിച്ചില്ലേ? ഇതാണ് ഫിസിക്സ് പഠനം. ഇനിയിപ്പോൾ ഞാൻ 4 ബോൾ വെച്ചപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഞാൻ 4 ബോൾ മുമ്പോട്ട് എറിഞ്ഞാൽ എത്ര ബോൾ മുമ്പോട്ട് പോകും? യെസ്, കറക്റ്റ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 4 ബോൾ കൃത്യമായിട്ട് തെറിച്ചു പോയി. അപ്പോൾ എനർജിയെക്കുറിച്ച് പഠിച്ചു. ഇത് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു. ഇനി ഹൈസ്കൂളും +2 കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതേ സാധനം ഉപയോഗിച്ച് അടുത്ത പാഠഭാഗം. ഇപ്പോൾ ഇതെല്ലാം ചലിക്കാതെ റെസ്റ്റിലിരിക്കുകയാണ്. ഇവിടെ ഈ ബാളുകൾക്കെല്ലാം മാസ്സുണ്ട്, ബട്ട് ഇവയെല്ലാം നിശ്ചലമാണ്. അതുകൊണ്ട് പ്രവേഗം അഥവാ വെലോസിറ്റി 0ആണ്. ചലിക്കുന്ന വസ്തുക്കൾ പ്രകടിപ്പിക്കുന്ന ഒരു ഗുണമാണ് മൊമെൻറ്റം. ഞാൻ ഈ ബോൾ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങോട്ട് എറിയുകയാണെങ്കിൽ അത് വന്ന് ഇവിടെ ഇടിക്കുമ്പോൾ ഇതിനോട്ട് എന്തോ ഒന്ന് കൈമാറിയില്ലേ? ആ കൈമാറിയത് മൊമെൻറ്റമാണ്. കാരണം ഇതിന് മാസ്സുണ്ട്. വന്നിടിച്ചപ്പോൾ ഒരു വെലോസിറ്റിയോടുകൂടി, പ്രവേഗത്തോടുകൂടി വന്നിടിച്ചു. ആ മാസും പ്രവേഗവും ചേർന്ന് ഇവിടെ ഒരു ബലം കൊടുത്തു. അതാണ് മൊമെൻറ്റം. അപ്പോൾ ചലിക്കുന്ന വസ്തുക്കൾക്ക് മൊമെൻറ്റം ഉള്ളൂ. അപ്പോൾ ചലിക്കാത്ത വസ്തുക്കൾക്ക് വെലോസിറ്റി അഥവാ പ്രവേഗം 0, മൊമെൻറ്റവും 0. അപ്പോൾ ചലിക്കുന്ന വസ്തുക്കളുടെ ഒരു ഗുണമാണ് മൊമെൻറ്റം എന്ന് പറഞ്ഞു. ഞാനിവിടെ ഒരു ബോൾ എറിഞ്ഞപ്പോൾ ഒന്ന് കൃത്യമായിട്ട് തെറിച്ചുപോയി. കാരണം ഞാൻ ഒരു ബോളിന് മൊമെൻറ്റം കൊടുത്തു, അവസാനം ഒരു ബോളിന് മൊമെൻറ്റം കിട്ടി. ഞാൻ ഒരു ബോളിനെ ചെറിയ വെലോസിറ്റിയിലാണ് വന്നിടിപ്പിക്കുന്നത്. ഈ ഒരു ബോൾ കുറച്ച് ദൂരമേ പോയുള്ളൂ. ഇനി ഞാൻ ഈ ഒറ്റ ബോളിനെ നല്ല വെലോസിറ്റിയിൽ ഇടിപ്പിക്കാൻ പോവുകയാണ്. അല്പം കൂടി കൂടുതൽ ദൂരം പോയില്ലേ? നോക്കൂ. കാരണം വെലോസിറ്റി കൂടിയപ്പോൾ മൊമെൻറ്റം കൂടി. ആദ്യ ട്രയലിൽ വെലോസിറ്റി കുറവായിരുന്നു, മൊമെൻറ്റം കുറവായിരുന്നു. അപ്പം മൊമെൻറ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ പറയാമോ? മൊമെൻറ്റത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം പറയാമോ? യെസ്, അത് തന്നെ വെലോസിറ്റിയാണ് ഒരു ഫാക്ടർ അഥവാ ഒരു ഘടകം. ഇനി ഞാൻ 2 ബോളിനെ ബാക്കിലോട്ട് വലിച്ചിട്ട് ഇതിലിടിപ്പിക്കുകയാണ്. നേരത്തെ ഒരു ബോളായിരുന്നു. അപ്പോൾ ഒരു ബോളിൻ്റെ മാസ്സാണ് അവിടെ മൊമെൻറ്റത്തെ സ്വാധീനിച്ചത്. ഇപ്പോൾ 2 ബോളുണ്ട്. കൃത്യമായിട്ട് 2 ബോൾ തെറിച്ച് പോയതില്ലേ? നോക്കൂ, ഇതാ 2 തെറിച്ച് പോയി. കാരണം എന്താ? 2 ബോൾ വന്നപ്പോൾ ഇടിച്ചപ്പോൾ 2 ബോൾ എടുത്തപ്പോൾ മാസ് കൂടി. മാസ് കൂടിയപ്പോൾ മൊമെൻറ്റം കൂടി. അതുകൊണ്ട് 2 ബോൾ തെറിച്ച് പോയി. ഇനി ഞാൻ 3 ബോളാണ് ബാക്കിലോട്ട് എടുക്കുന്നതെങ്കിലും ഇവിടെ മിച്ചം 2 ഉള്ളെങ്കിലും 3 ബോളിൻ്റെ മാസ് മൊമെൻറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് 3 തെറിച്ച് പോകുന്നു. ഇനി 4 ബാക്കിലോട്ട് എടുത്തിട്ട് എറിയുകയാണെങ്കിൽ 4 പേർക്ക് മൊമെൻറ്റം കൊടുത്തു, 4 പേർക്ക് മൊമെൻറ്റം കിട്ടി. ഇപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യം ഒരാൾക്ക് മൊമെൻറ്റം കൊടുത്തപ്പോൾ അവസാനം ഒരാൾക്ക് മൊമെൻറ്റം കിട്ടി. 2 ബോൾ കൊടുത്തപ്പോൾ 2 പേർക്ക് മൊമെൻറ്റം കിട്ടി. 3 കൊടുത്തപ്പോൾ 3 കിട്ടി. 4 കൊടുത്തപ്പോൾ 4 കിട്ടി. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് വേറെ ഒന്നും ഇല്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം, ആകെ മൊമെൻറ്റത്തിന് മാറ്റമില്ല. ഇതാണ് LCM. LCM എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ല. LCM, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, മൊമെൻറ്റത്തിൻ്റെ സംരക്ഷണ നിയമം. അതും നിങ്ങൾ പഠിച്ചു. ഈ ഉപകരണം പ്രിയപ്പെട്ട കുട്ടികളെ ഒരു 10 രൂപ ചെലവിൽ ഇത് വീട്ടിലുണ്ടാക്കൂ. ഈ പരീക്ഷണങ്ങൾ സ്വയം ചെയ്ത് സന്തോഷിക്കൂ. ഒരു കാര്യം പറയാം, ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ചില എററുകൾ സംഭവിക്കാനിടയുണ്ട്. ഒന്ന്, ഈ ബോളിൽ ഹോൾ ഇടുമ്പോൾ ഒരു ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ മറ്റേ ഹോൾ വരുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഒരുപാട് ചെറിയ മാറ്റം 1-2 മില്ലിമീറ്ററൊക്കെ മാറിപ്പോയാൽ കുഴപ്പമില്ല. ഒരുപാട് മാറിപ്പോയാലേ നേരെ വർക്ക് ചെയ്യില്ല. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, അടപ്പൊക്കെ അടഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവിടെ വെച്ച് കുറേ എനർജി മൊമെൻറ്റൊക്കെ നഷ്ടപ്പെടും. ബോളൊക്കെ തിരിച്ച് നന്നായിട്ട് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക പ്രവർത്തനത്തിന് മുമ്പ്. പിന്നെ ഈ നൂല് 100% ഹൊറിസോണ്ടലാണ് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇങ്ങനെ ചരിച്ച് പിടിച്ചിരുന്നാൽ നോക്കൂ, ഞാനിപ്പോൾ ചരിച്ച് പിടിച്ചിരിക്കുകയാണ്. ചരിച്ച് പിടിച്ചിട്ട് ബോളുകളൊക്കെ കൂടെ ഓടിപ്പോവും. അത് ഗ്രാവിറ്റി ഫോഴ്സ് കാരണമാണ്. നമ്മുടെ നിയമം തെറ്റൊന്നുമല്ല. ഗ്രാവിറ്റി ഫോഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഒഴിവാക്കാൻ ഹൊറിസോണ്ടലായിട്ട് പിടിച്ചാൽ എല്ലാ ബോളിനെയും ഗ്രാവിറ്റി ഒരുപോലെ ബാധിക്കും. അപ്പോൾ റിസൾട്ടിനെ ബാധിക്കില്ല. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പരീക്ഷണങ്ങൾ സ്വയം ചെയ്യൂ, പാഠഭാഗങ്ങൾ സ്വയം പഠിക്കൂ, അങ്ങനെ ആനന്ദിക്കൂ. പഠനം രസകരമാകട്ടെ. പഠിച്ച് രസിക്കാം, രസിച്ച് പഠിക്കാം.